ഇത് വെറും പൃഥ്വിരാജ് സിനിമയല്ല. ഖലീഫ ട്രെയിലർ ഇറങ്ങിയതോടെ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരൊറ്റ ചോദ്യം: അവസാനം ലാലേട്ടൻ വന്നത് എന്തിനാണ്? 2 മിനിറ്റ് 30 സെക്കൻഡോളമുള്ള ട്രെയിലർ, പക്ഷെ അവസാനത്തെ ഫ്യൂ സെക്കൻഡ്സ് ആണ് ഇപ്പോൾ മുഴുവൻ ഡിസ്കഷൻ. ട്രെയിലർ തുടങ്ങുന്നത് തന്നെ ഒരു ഡേഞ്ചറസ് വേൾഡിലൂടെയാണ്. പൃഥ്വിരാജ് എത്തുന്ന അമ്പറക്കിൽ ആമറലിയായി. ഗോൾഡ് സ്മഗ്ലിംഗ്, അണ്ടർവേൾഡ്, പവർ, റിവഞ്ച് ഇതൊക്കെ ചേർന്ന ഒരു വലിയ ക്രിമിനൽ എംപയർ ആണ് ട്രെയിലർ കാണിച്ചു തരുന്നത്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം, ആമറലി വെറും ഒരു ഗാങ്സ്റ്റർ അല്ല, അവന്റെ പിന്നിൽ ഒരു വലിയ ഫാമിലി ലെഗസി തന്നെയുണ്ട്. പൃഥ്വിരാജിന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് ട്രെയിലറിന്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. മാസ് ഡയലോഗ്സ് മാത്രം ആശ്രയിക്കാതെ ബോഡി ലാംഗ്വേജ്, ആറ്റിറ്റ്യൂഡ്, ആക്ഷൻ എല്ലാം കൊണ്ടും ആമിറലി എന്ന ക്യാരക്ടറിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ ട്രെയിലർ ശ്രമിക്കുന്നുണ്ട്. വൈശാഖിന്റെ ആക്ഷൻ പ്രസന്റേഷൻ കൂടി വന്നപ്പോൾ തിയേറ്റർ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്ന ഒരുപാട് മൊമെന്റ്സ്. പിന്നെ പറയേണ്ടത് വിഷ്വൽസ്. കേരള മാത്രമല്ല, ഗൾഫ് ലൊക്കേഷൻസ്, ഇന്റർനാഷണൽ ക്രിമിനൽ നെറ്റ്വർക്ക്, ഗോൾഡ് സ്മഗ്ലിംഗ് ബാക്ക്ഗ്രൗണ്ട്. ട്രെയിലർ ഒരു ബിഗ് സ്കെയിൽ അണ്ടർവേൾഡ് സാഗ പോലെയാണ് ഫീൽ ചെയ്യിക്കുന്നത്. അതിന്റെ കൂടി ജെക്സ് ബിജോയിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി വന്നപ്പോൾ ഖലീഫയുടെ മാസ് ഫാക്ടർ വേറെ ലെവലാകുന്നുണ്ട്. പക്ഷെ ഇനി വരാം റിയൽ ബോംബിലേക്ക്. ട്രെയിലർ അവസാനിക്കുന്ന സമയത്ത് മോഹൻലാൽ, മമ്പറക്കൽ, അഹമ്മദ് അലി, ആ ഒരു ഗ്ലിംസ് മാത്രം മതി തിയേറ്ററിൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ. പക്ഷെ ഇത് വെറും ലാലേട്ടൻ ക്യാമിയോ എന്ന് കരുതരുത്. പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുള്ളത് മോഹൻലാലിന്റെ ക്യാരക്ടർ സ്റ്റോറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ്. അതിലും ഇൻട്രസ്റ്റിംഗ്, ഖലീഫ് ഒരു 2 പാർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ മോഹൻലാലിന്റെ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വലിയൊരു സ്റ്റോറിയിലേക്ക് ഫൗണ്ടേഷൻ ഇടുകയാണോ, അത് തിയേറ്ററിൽ തന്നെ കണ്ടറിയണം. ഓഗസ്റ്റ് 20 ഖലീഫ് തിയേറ്ററിൽ എത്തുകയാണ്. ഓണത്തിൽ ബദൽഹേം കുടുംബ യൂണിറ്റ് കൂടി വരുന്നു. അതുകൊണ്ട് കോമ്പറ്റീഷൻ ഓൾറെഡി സ്ട്രോങ് ആണ്. പക്ഷെ ട്രെയിലർ കണ്ടിട്ട് ഒരു കാര്യം പറയാം: ഖലീഫ ഇപ്പോൾ ഓണം റൈസിൽ ഒരു സീരിയസ് കണ്ടന്റർ ആണ്. നിങ്ങളുടെ വെർഡിക്റ്റ് എന്താണ്? ഖലീഫ ബ്ലോക്ക് ബസ്റ്റർ ആകുമോ? കമന്റ് ചെയ്യൂ.